അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് ജനുവരി 2-ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്, പക്ഷെ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒന്നുമല്ല, കുറച്ച് തിരക്കും പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ റേഞ്ച് കുറവാണ്. അപ്പൊ ഇന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് 3 കണ്ടന്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ ഒറ്റ കണ്ടന്റ് ആയിട്ട് ഇടുന്നത് കേട്ടോ. കാരണം അത്രയും ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ ഞാനും അയാനും ഉസ്മാനും കൂടെ ഒന്ന് പുറത്തു പോവാണ്. എവിടെ ഫസ്റ്റ് പോയതെന്ന് വെച്ചാൽ ജ്വല്ലറിയിലേക്കാണ്. രണ്ടാമത്തെ വാവക്ക് ചെറിയൊരു കരിമണീന്റെ ബ്രേസ്ലെറ്റ് എടുക്കാൻ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചില്ല, പിന്നെ പെട്ടെന്ന് തോന്നിയപ്പോൾ എടുത്തതാണ്. ഇത് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ പോകുമ്പോൾ എടുക്കണം എന്നൊന്നും, പക്ഷെ എനിക്ക് അപ്പോൾ തോന്നി, അപ്പം ഞാൻ എടുത്തു. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഈ ഒരു കരിമണി ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കരിമണി അതേപോലെ ഗോൾഡ് കൂടി വരുമ്പോൾ നല്ല രസമാണ്. വെറും ഗോൾഡ് വരുന്നതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തതവും അതേപോലെ ഉമ്മാക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അത് വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ അതേപോലെ ഇന്ന് അയാനും മുട്ട പഠിച്ചിട്ടുണ്ടോ, അത് പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പൊ നമ്മൾ തൊപ്പിയൊക്കെ വാങ്ങി മുട്ടക്കൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അയാനും ആപ്പയും ഭയങ്കര എന്തോ അവര് നല്ല കമ്പനിയാണ് കേട്ടോ. അവൻ എന്നെക്കാളും കൂടുതൽ കമ്പനിയാണ് ആപ്പനോട്. അപ്പൊ വന്നു കഴിഞ്ഞാൽ ആപ്പന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അതേപോലെ ഉമ്മ ഒരു തണ്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാവയ്ക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അത് ഞാനൊരു മിനി വ്ലോഗ് എടുത്തിട്ടുണ്ട്, വലിയ ലോങ് വീഡിയോ ഒന്നല്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള കരിമണി ബ്രേസ്ലെറ്റും ഇട്ട് കൊടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കുറച്ചൊന്ന് ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ. തണ്ട കാണാനും നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരു തണ്ടയാട്ടോ നമ്മൾ എടുത്തിട്ടുള്ള. എന്തായാലും ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടാ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ നൊഞ്ഞു പോകുന്നുണ്ടോ. ഇവനെ മിക്കവാറും നമ്മൾ പട്ടാളത്തിൽ ചേർത്തു കേട്ടോ. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ജനുവരി 2 ഇന്ന് ഉസ്മാന്റെ ബർത്ത്ഡേ കൂടെയാണ് കേട്ടോ. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇടാൻ വേണ്ടി മറന്നുപോയി. അങ്ങനെ നമ്മൾ ചെറിയൊരു രീതിയിൽ ബർത്ത്ഡേ ആഘോഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പരിപാടിയും കൂടി ഒരുമിച്ച് വന്നുകൊണ്ട് എല്ലാ പരിപാടിയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഴിച്ചു കേട്ടോ. അപ്പൊ ചെറിയൊരു പരിപാടിയായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഒന്ന് വയനാട് വഴി ഊട്ടി പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാനും ഉസ്മാനും ഇറങ്ങി. പിന്നെ വീട്ടിൽ വേറെയും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടേക്കാട്ടോ, എന്തായിരുന്നു പരിപാടി കാര്യം എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി പോവാണ്. അപ്പൊ പരിപാടി കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിണ്ടായിരുന്നു കേട്ടോ ഇറങ്ങാൻ വേണ്ടി. നമ്മൾ വിചാരിച്ച ടൈമിന് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരു തിരക്ക്, ഒരു കലവിലയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്തു. ഒന്ന് എന്താ പറയുക, കുറച്ച് പോപ്പറൊക്കെ പൊട്ടിച്ചു. അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ വയനാട് വഴി ഊട്ടിക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വയനാട് ചുരം ആട്ടോയ്ക്ക് കയറിക്കൊണ്ടിരിക്കണേ. രാത്രി ആയിക്കൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. മാപ്പ് ഇട്ടിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടുന്ന് പോയത്. ഇപ്പൊ കാണുന്നത് നമ്മൾ വയനാട് ചുരത്തിന്റെ 9ാമത്തെ ചുരം ഉണ്ടല്ലോ, അവിടെ കയറിയിട്ടുള്ള വ്യൂ ആണ്. ഇത് രാത്രി ആയിക്കൊണ്ട് നമുക്ക് വെറും ലൈറ്റ്സ് മാത്രമേ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗി നമ്മൾ നേരിട്ട് കാണുമ്പോഴായിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് വയനാടിക്ക് പോണേ. ഞാൻ ഇതുവരെ വയനാട് പോയിട്ടില്ല. അപ്പൊ വയനാട് പോയതാണെങ്കിൽ നട്ടപ്പാതിരക്കും ആയിപ്പോയി. അപ്പൊ എനിക്ക് വയനാട് നല്ലോണം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പൊ വയനാട് ഒരു ദിവസം പിന്നെ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വഴിയൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ നാടുകാണി ആ ഒരു റൂട്ടിലാണ് പോയത്. അപ്പോൾ ഞാനും ഉസ്മാനും മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ രാത്രി ശരിക്കും റോഡൊന്നും കാണില്ല. പിന്നെ എന്താ പറയുക, റോഡിലൊക്കെ വാഹനങ്ങളൊക്കെ കുറവായിരിക്കും. എല്ലാം കൂടെ ഒരു അൽക്കുലത്തായിട്ടുള്ള ഒരു പോക്കായിരുന്നു കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു നമ്മൾ പോയി വന്നത്. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. 2 ദിവസം ഇന്ന് രാത്രി പോയി. നമ്മൾ പിറ്റേന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ട് വയനാട് കയറാൻ പറ്റിയില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടാട്ടോ വന്നത്. പിന്നെ പോണ വഴിക്ക് നല്ല ഛർദ്ദിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇത്ര ലോങ്ങിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാറിൽ പോണത്. എനിക്ക് കാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതാണ്. പക്ഷെ കുറേ ലോങ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അങ്ങനെയുള്ളവരുടെ പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ചെറിയൊരു വ്ളോഗാണ്, അതുകൊണ്ട് വലിയ സംഭവമായിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ ഗൂഡല്ലൂർ എത്തി. അങ്ങനെ അവിടെ നമ്മളൊരു റൂം എടുത്തു. അവിടെ നിന്ന് മസനഗുഡിക്ക് കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ അടുത്തായിട്ട് ഒരു റൂം എടുത്ത് പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയും കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിന്നില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നാളെ കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ എന്തായാലും ടാറ്റാ ബൈ ബൈ. സീ യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം.